ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചക്കരപ്പയറാണ്. ചക്കരപ്പയറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലപ്പുറക്കാരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ചക്കരപ്പയർ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്ക് എത്ര അളവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ അളവിനെടുക്കുക. ഞാനിവിടെ ഈ ഒരു പാത്രത്തിൻ്റെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ 3 പ്രാവശ്യമാണ് നമ്മൾ പയറെടുക്കുന്നത്. ഈ പയർ നമ്മൾ മൂന്ന് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പയറായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു അരക്കപ്പ് റാഗിയാണ് നമുക്കിനി വേണ്ടത്. ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പയർ നന്നായിട്ട് സോക്കായിട്ടുള്ളതാണ്. നമ്മുടെ പയർ ഇതുപോലത്തെ ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റാഗി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ അത് തന്നെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കിട്ടും. നമുക്കിനി ഇതൊന്ന് ഒരു അരിപ്പ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് തവിടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് ഇതുപോലത്തെ 2 ശർക്കര ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മൾ ശർക്കര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ശർക്കരയിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഇങ്ങനെ മേലെ അരി തൊണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി റാഗി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു റാഗി കുറുകി പോകും. കറക്റ്റ് വേവ് ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ റാഗി. ഇതുപോലെ ഒന്ന് കുറുകി വരും. നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഈ റാഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അതായത് തന്നെ ഈ പയർ വർഗ്ഗങ്ങളായാലും ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചു പോകും. അവർക്ക് വയറ്റിലേക്ക് നല്ലതാണ്. നമ്മുടെ ഈ റാഗി എന്ന് പറയുന്നത് അയൺ റിച്ച് പ്രോട്ടീൻ ആണ് നമ്മുടെ ഈ റാഗിയിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് റാഗി ഡയറക്റ്റ് കഴിച്ച് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അവർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കി നോക്കാം. അവർ കഴിക്കാതിരിക്കില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ റാഗി ഇതേപോലെ ഒന്ന് ആയി വരും. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് കൈവിടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അടി പിടിക്കരുത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് വരുന്ന ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരം ചിരവിയതാണ്. അപ്പോൾ ഞാനൊരു കപ്പിലാണ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചിരവിയത് എടുത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നാളികേരം ചിലവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങളനുസരിച്ചിട്ട് നിങ്ങൾ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചക്കരപ്പയർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കും ആയാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ ചക്കരപ്പയർ കഴിക്കാത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.